ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കലയുമായിട്ടല്ല, പകരം ജീവിതത്തിൽ ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട കാര്യവുമായിട്ടാണ്. അതെന്താണെന്ന് പുറകാലം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നാച്ചുറോപ്പതി രംഗത്തും ആയുർവേദ പാരമ്പര്യ ചികിത്സാ രംഗത്തും എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഇലന്തൂരിൻ്റെ സ്വന്തം ഒരു വ്യക്തി. അദ്ദേഹത്തെ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ ഇപ്പോൾ ചേട്ടാ നമസ്കാരം. നമസ്കാരം മാസ്റ്റർ. ഓക്കെ, താങ്ക് യു. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മനുഷ്യർക്ക് രോഗം, ജീവിതശൈലി രോഗമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം. അതെ 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 അതെ. അപ്പോൾ ഇതിനൊക്കെ ഒരു പാരമ്പര്യ രീതിയിലുള്ള ചികിത്സയാണ് എൻ്റെ ഉദ്ദേശം. ഏതാണ്ട് ഒരു 10 വർഷക്കാലമായിട്ട് പല രോഗങ്ങളും എനിക്ക് വന്നു. ആ രോഗങ്ങളെയൊക്കെ അതിജീവിച്ചെങ്കിലും മറ്റുള്ളവർക്ക് എങ്ങനെ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ അതിജീവിക്കാമെന്നുള്ള ഒരു സംഭവം മനസ്സിലാക്കിയാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചത്. അപ്പോൾ കാലങ്ങളായിട്ട് ഞാൻ പ്രകൃതി ജീവനം എന്ന് പറയുന്നത് പറഞ്ഞാൽ പ്രകൃതിയിലൂടെ മാത്രം ജീവിക്കുക. അപ്പോൾ പ്രകൃതിയിലുള്ള ഫുഡ് ഞാനിവിടെ നാച്ചുറലായിട്ടും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് പച്ചക്കറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലുള്ള മനുഷ്യനല്ല, പുറത്തുനിന്ന് വരുന്ന പച്ചക്കറിയാണ് കഴിക്കുന്നത്. അപ്പം ഇതിനകത്ത് കീടനാശിനികളൊക്കെ കണ്ടമാനം ചേർന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മളെ ശരിക്കും രോഗിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഈ അടുത്ത കാലങ്ങളിൽ. ഏതാണ്ട് ഒരു 10-15 വർഷമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് രോഗത്തിന് കാരണമായിട്ടുള്ള നമ്മൾ തന്നെയാണ് സംഭവങ്ങൾ ആഹാരത്തിലൂടെയും വായുവിലൂടെയും വെള്ളത്തിലൂടെയും. അപ്പോൾ ചേട്ടൻ പറയുന്നത് ഈ എല്ലാ രോഗത്തിനും നമുക്ക് മരുന്നുണ്ടെന്നുണ്ട്? സൂക്ഷ്മമായിട്ടുമുണ്ട്. അതിന്റെ എങ്ങനെയായിരിക്കും, ഏതൊക്കെ രോഗത്തിനൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ ഔഷധവും എല്ലാ രോഗത്തിൻ്റെയും ഉണ്ട്. നമ്മളൊന്നും അന്വേഷിച്ച് പോകണ്ട. പിന്നെ നമ്മൾ ചില സസ്യങ്ങൾ ഇവിടെ തന്നെ നമ്മൾ അതിൻ്റെ പ്ലാന്റുകൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങാടി മരുന്നുകളാണ് നമുക്ക് കിട്ടാത്തത്. അത് ആയുർവേദ കടകളിലൂടെ നമുക്ക് കിട്ടും. പക്ഷെ ഈ പറയുന്ന മറ്റു പല മരുന്നുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ദന്തപ്പാല എന്ന് പറയുന്നത് ഈ സോറിയാസിസ് പോലുള്ള അസുഖത്തിന് ചികിത്സയുണ്ട്. അതുപോലെ സ്ത്രീകളുടെ താരന്, മുടികൊഴിച്ചില്, ഇങ്ങനെയുള്ളതിനുള്ള ഒരു ഒറ്റമൂലിയാണ് ദന്തപ്പാല. ഇത് ആദിവാസി കോളനി ഏറ്റവും കൂടുതൽ ആദിവാസി കോളനിയിലാണ് കണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു മരുന്നിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എന്നുവെച്ചാൽ വനാന്തരങ്ങളിലായിരിക്കും, വനത്തിന്റെ ഉൾവനങ്ങളിലായിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ അതിന്റെ പ്ലാന്റ് നമ്മൾ ഇവിടെ തന്നെ പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് അതിന്റെ വേണ്ടിയ ഇലകൾ കളക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി എങ്ങും പോകണ്ട. അതുപോലെ തന്നെ സാധാരണ അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ അമൃതമാണ് ഇവിടുത്തെ അങ്ങാടി കടകളിൽ കിട്ടുന്നത്. ചിറ്റമൃതം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവം അറിയാവുന്നവർക്കേ ഉള്ളൂ. ഇത് നമുക്കുണ്ട്, ഇവിടെ തന്നെ അതിന്റെ കാണാം, വീട്ടിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അസ്ഥി സംബന്ധമായിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തേയ്മാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ തേയ്മാനത്തിന് ഡോക്ടർമാർ കാൽസ്യം അപ്ലൈ ചെയ്യുന്ന ചില സപ്ലിമെന്റുകളുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒറ്റ മൂലിയാണ്. അതിൻ്റെ ഒരു ചെറിയ തണ്ടിൻ്റെ ഒരു 2 ഗ്രാം ചമ്മന്തി അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സപ്ലിമെന്റ് ചെന്നിട്ട് കറക്റ്റ് കാൽസ്യത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്തോളൂ. പോയ ഭാഗം ക്ലിയറൻസ് ചെയ്യും. പിന്നെ പുറമേയുള്ള ലേപനം നമ്മുടെ ഒരു കുഴമ്പുണ്ട്. ആ കുഴമ്പിന്റെ പ്രത്യേകത 5 എണ്ണയാണ്. ഈ 5 എണ്ണയും അത് ബാക്കി അങ്ങാടി മരുന്നുകളും ഈ പറയുന്ന ഞങ്ങളും വരണ്ടയാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഈ സാധനത്തിന് മറ്റ് കുഴമ്പുകളെ പോലെ ഉള്ള നാറ്റമില്ല, പിള്ളതൈലം പോലുള്ള നാറ്റമൊന്നുമില്ല. ഇത് ആർക്കും നമുക്ക് ഈ കൂടുതലും ഡ്രൈവേഴ്സിനൊക്കെ ഈ നടുവേദന ഉണ്ടാകും. അവർക്ക് ഇത് പുരട്ടിക്കൊണ്ട് യാത്ര ചെയ്താലും മറ്റാർക്കും അത് ഒരു ഇറിറ്റേഷൻ തോന്നിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുഴമ്പ് നമ്മൾ ഉണ്ടാക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, ഈ എല്ലാ രോഗത്തിനും നമുക്ക് മരുന്നുണ്ടല്ലോ, ആയുർവേദമാണ്. അപ്പോൾ നമുക്ക് ഈ മരുന്നുകൾ എങ്ങനെ ലഭ്യമാകും? ഇതിപ്പോൾ ദൂരെയുള്ള ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ ഇത് ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ആൾക്കാർ അവർക്ക് എങ്ങനെ ലഭ്യമാകും ഈ മരുന്ന്? ഇപ്പം നമ്മൾ പല സൈഡുകളിലും കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മാന്നാർ എന്ന് പറയുന്ന പെരട്ടി അമ്പലത്തിൽ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട്. സമന്വയ എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നു.
നമ്മൾ പ്രഭാഷണം നടത്തുന്നു. ഓ അവിടെയുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണഗണങ്ങളെ പറ്റി പറയുമ്പോൾ സൂക്ഷ്മമായ ഒരു ബോധവാന്മാരായിട്ട് അവർക്ക് നമ്മൾ സാമ്പിൾ സാധനം അവിടെ തന്നെ കൊടുത്തു. പിന്നീട് അവർ ഉപയോഗിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചങ്ങനാശ്ശേരി അവിടെ ഇതുപോലെ കൊടുത്തു, ഒരു പ്രോഗ്രാമിൽ കൊടുത്തു. അങ്ങനെ ആൾക്കാരത് മനസ്സിലാക്കി അവർ നമ്മളെ പിന്നെ സമീപിക്കുന്നുണ്ട്, സാധനം അവർക്ക് കൊടുക്കുന്നുണ്ട്, അവർ കളക്ട് ചെയ്തോളും. അങ്ങനെ എല്ലാ സൈഡിലും ഏകദേശം നമ്മൾ പല ഏരിയയിലും ഇത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ രോഗികൾ നമ്മളെ ഫോൺ വഴി കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് സാധനം അല്ല, ഒന്നിച്ചൊരു വ്യക്തിയെ ഏൽപ്പിക്കും. ഓ അദ്ദേഹം അത് കൊടുത്തോളൂ. അത് ശരി. അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇപ്പം ഉദാഹരണത്തിന് തലയത്തേക്ക് എണ്ണ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വലിയൊരു കുഴപ്പമാണ് ഉറക്കം. ഉറക്കം കിട്ടാത്തവരുണ്ട്. ഈ എണ്ണ വരട്ടി കഴിഞ്ഞാൽ ഉറക്കം ക്ലിയർ ആവും. അതുപോലെ മൈഗ്രീൻ, നമ്മൾ അനവധി മറ്റു ഗുളികകളൊക്കെ കഴിച്ച് തൽക്കാലത്തേക്ക് അതിന് ശാന്തി നേടുകയേ ഉള്ളൂ അലോപ്പതി ചികിത്സ. പക്ഷെ ഇത് തേച്ചവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താം. ഇവിടെ തന്നെ പലർക്കും നമ്മൾ സാമ്പിൾ കൊടുത്തവരുടെ തലവേദന മാറിക്കഴിഞ്ഞു. അങ്ങനെ പലരുടെ മൈഗ്രീൻ പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പനിയോടനുബന്ധിച്ച് സൈനസിനുണ്ടാകുന്ന ഒരു പ്രോബ്ലം, പനി അനുബന്ധിച്ച് അത് ഒരു സിംറ്റമായിട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഇതിന് നമ്മൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് മാറും. ഇതിന്റെ എല്ലാം പിന്നെ മരുന്ന് എന്ന് പറഞ്ഞാൽ പച്ച മരുന്നുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതതിന്റെ പ്രത്യേകത. നമ്മൾ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ നമ്മൾ നട്ടു വളർത്തി അതിൽ നിന്ന് ശേഖരിച്ചാണ് അങ്ങാടി മാത്രമേ ഉള്ളൂ വാങ്ങിക്കുക. ചേട്ടന്റെ ഈ വീട്ടുവളപ്പിൽ തന്നെ എല്ലാ സസ്യങ്ങളും കൊണ്ട് ആര് വന്നാലും കാണാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അതിന്റെ ഗുണങ്ങളെ പറ്റി വ്യക്തമായിട്ടും പറയുന്നുണ്ട്. നേരത്തെ ഒരു യൂട്യൂബിൽ ഞാൻ ഈ ഓരോ സസ്യങ്ങളുടെയും ഗുണങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ശരിക്കും ഇത് മനസ്സിലാക്കി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ രോഗങ്ങളെയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് കളയാം. ഉദാഹരണത്തിന് പറയുക, സാധാരണ രീതിയിൽ കൊളസ്ട്രോളിന് നിങ്ങൾ ഗുളിക കഴിച്ചാൽ ഒരിക്കലും മാറത്തില്ല. പക്ഷെ നമ്മൾ ഒരു പൊടി കുടിക്കും. മറ്റൊന്നുമല്ല, വരത്തിൽ കാണുന്ന ഒരു മരത്തിന്റെ പൗഡറാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ പൗഡർ വെള്ളം അരച്ച് കുടിച്ചാൽ 30 ദിവസം കൊണ്ട് ഏത് കൊളസ്ട്രോളും നമുക്ക് അലിയിച്ച് കളയാം. മറ്റ് സൈഡ് എഫക്റ്റും ഒന്നുമില്ല. ആയുർവേദത്തിനെ പറ്റി പലരും പല രീതിയിൽ ഡോക്ടേഴ്സൊക്കെ കളിയാക്കും. ഈ പച്ചമരുന്ന് സ്ഥിരം കഴിച്ചാൽ അല്ലെങ്കിൽ ഇന്ന മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്കൊക്കെ പ്രോബ്ലം വരുമെന്ന് പറയും. പക്ഷേ ഇതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റാം. അപ്പം ഈ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് പ്രഷറിന് നമ്മുടെ ഈ തടിയലുണ്ടാകുന്ന ഒരു പുളിയുണ്ടല്ലോ, അതിനെന്താ പറയുന്നത്, തടിയലൊക്കെ ഉണ്ടാകുന്ന ഒരു പുളിയുണ്ട്. ഇത്തളല്ല, പുളി അച്ചാറൊക്കെ ഇട്ട് കൂട്ടുന്ന ഒരു പുളിയുണ്ട്, ചീമപ്പുളി. അമിതമായിട്ട് കഴിച്ചാൽ കിഡ്നിക്ക് പ്രോബ്ലം വരും. അതിന് ചില ആൽക്കലൈൻ നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടിയിട്ട് കിഡ്നി പ്രോബ്ലം ഉണ്ടാകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാർ പറയും ചീമപ്പുളി നല്ലതാണെന്ന്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. നെല്ലിക്ക വളരെ കാൽസ്യം കണ്ടന്റും അതുപോലെ തന്നെ അയൺ കണ്ടന്റും വൈറ്റമിൻ സിയും ഒക്കെ ഉള്ളൊരു സാധനമാണ്. ഇത് ഉപയോഗിക്കുന്നതിനുള്ള ക്രമക്കേടുണ്ടെങ്കിൽ കിഡ്നിയെ ബാധിക്കും. അപ്പം നമ്മൾ കഴിക്കേണ്ട സാധനത്തിന്റെ അളവുകളെ പറ്റി ബോധവാന്മാരാകുക. ഞാൻ ആദ്യം പറഞ്ഞ ഈ ചന്ദനപ്പരണ്ട എന്ന് പറയുന്ന സാധനം അത് വലിയ കുഴപ്പക്കാരനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസിഡിറ്റിയെ ഇല്ലാതാക്കുന്നതാണ്. അപ്പൊ ക്ഷാരാംശം കൂടിയ ഒരു സാധനം, അപ്പൊ പൊള്ളും. അപ്പൊ അതിന്റെ അളവ് കൂട്ടി കഴിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇന്ന കുഴപ്പമുണ്ടായി എന്ന് പറയുമ്പോൾ അതാ കഴിച്ചതിന്റെ കുഴപ്പമാണ്. അപ്പൊ ഡോക്ടറുടെ കുഴപ്പമല്ല, അല്ലെങ്കിൽ വൈദ്യന്റെ കുഴപ്പമല്ല, ഇത് ദുരുപയോഗം ചെയ്യുന്നതിന്റെ കുഴപ്പമാണ്. ഞങ്ങൾ ഇത് ആർക്കായാലും ഈ സാധനങ്ങൾ കൊടുക്കുമ്പോൾ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞേ കൊടുക്കും. ഇപ്പൊ എണ്ണ തേക്കുകയാണെങ്കിൽ 2 മണിക്കൂർ, കുഴമ്പ് തേക്കുകയാണെങ്കിൽ 2 മണിക്കൂർ. കുഴമ്പ് തേച്ചാൽ ചൂടുവെള്ളത്തിൽ കുളിക്കണം. അത് അല്ലെങ്കിൽ തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ആ ഭാഗത്ത് ചൂട് കൊടുക്കണം. ഇല്ല എങ്കിൽ അതിന് ഗുണമില്ല. അതിന്റെ ശരിക്കുള്ള പ്രവർത്തനം അങ്ങനെ പറ്റും. അതിനിടയ്ക്ക് ഒരു സംശയം, ഈ ഐഡന്റി കാർഡ് എന്തിന്റെ ആയിരുന്നു? ഇത് നമ്മളെ വൈദ്യമഹാസഭയുടെയാണ്. അതെ, ഓൾ കേരള വൈദ്യമഹാസഭ. ചേട്ടന്റെ എന്തെങ്കിലും സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടോ? ഏതെങ്കിലും സ്ഥാനം അലങ്കരിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രകൃതി ജീവന സമിതിയുടെ ജില്ലാ പ്രസിഡന്റാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രകൃതി ജീവന സമിതി ഇപ്പൊ ഇതൊന്നും ആർക്കും വേണ്ടാന്ന്. കാരണം ഒരു പനി വരികയാണെങ്കിൽ ഓടിപ്പോകുന്നു, പാരസെറ്റമോൾ കഴിക്കുന്നു. നമ്മൾ ഒരു കാലത്ത് ഇപ്പൊ ഇവിടെ നിപ്പുണ്ട് ഈ കുടുക്കമൂലി എന്ന് പറയുന്നത്, ഗരുഡപ്പൊടി എന്നൊക്കെ അറിയപ്പെടുന്ന കുടുക്കമൂലി. അപ്പൊ ഈ സസ്യം അതിന്റെ കുറച്ച് ഇലയും തണ്ടും ഒരു കുടംപുളിയും ശാലം ചുക്കും ജീരകവും
കുരുമുളകും എല്ലാം കൂടെ ചേർത്തൊരു കഷായം പോലെ വെള്ളം അനത്തി കുടിച്ചാൽ മതി. ഇതായിരുന്നു പണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു ഡോക്ടറിന്റെ നിർദ്ദേശമില്ലാതെ പാരസെറ്റമോൾ എന്ന് പറയുന്ന കെമിക്കൽ കണ്ടന്റ് കഴിച്ചാൽ കിഡ്നി പോക്കാം. അപ്പോൾ ഒരെണ്ണം കഴിച്ചാലും മതി, അതിന് 800-ൻ്റെയൊക്കെ ഡോളോ കഴിച്ചാൽ അന്നേരം പോയിരിക്കും. അതുകൊണ്ടാണ് ഡോക്ടറിന്റെ നിർദ്ദേശം അത്യാവശ്യമാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് കുടിക്കുന്നതിന് ആരുടെയും അത്യാവശ്യമില്ല. പാരമ്പര്യ ചികിത്സയുടെ ഒരു പ്രത്യേകത ഇതാണ്. നമുക്കാരുടെ അത്യാവശ്യമില്ല. നമ്മുടെ തൊടിയിൽ നിന്ന് പറിക്കുന്നു, വെള്ളം വരത്തി കുടിക്കുന്നു, അപ്പോൾ വിഷയമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇവിടെ ആയുർവേദത്തിന്റെ സസ്യജാലങ്ങളുണ്ട്. സാധനങ്ങളും ഉണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഷുഗറിന്, പ്രഷറ്, കൊളസ്ട്രോൾ, ഇത് മൂന്നിനുമുള്ള ഒറ്റ മൂലി തന്നെ നമ്മളൊരു പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ, ഇൻസുലിൻ കുത്തിയ ഒരു വ്യക്തിക്ക് ഞാൻ ഒരിക്കലും ഇത് പ്രാപ്തമാണെന്ന് പറയുന്നില്ല. കാരണം അവരുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന പ്ലാന്റ് പരിപൂർണമായിട്ടും ഡെഡ് ആയിപ്പോയിട്ടുണ്ട്. അവർക്ക് ഏത് സാധനം കൊടുത്താലും ഇൻസുലിൻ തന്നെ കൊടുക്കുക, ആ സപ്ലിമെന്റ് തന്നെ ചെന്നില്ല എങ്കിൽ അവർക്ക് വിഷയമാവും. അപ്പോൾ അതുകൊണ്ട് ഈ മരുന്ന് നല്ലതാണെന്ന് പറയുന്നത് തുടക്കക്കാർക്ക് മാത്രമാണ്, അല്ലാതെ രോഗം മൂർച്ഛിച്ചവർക്ക് വേണ്ടി ഉള്ളതല്ല. അത് ശരി. കൂടി ഈ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതേ പറ്റും. അതെ അതെ അതെ. എന്തായാലും ഈ ഒരു അറിവിൻ്റെ അനുഭവം വളരെ ഭംഗിയായി പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സൂക്ഷ്മമായിട്ടും എല്ലാവർക്കും പ്രയോജനം വരട്ടെ. നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഈ സസ്യങ്ങളെ പറ്റി കൂടുതൽ, ഇതിന്റെ ഗുണഗണങ്ങളെ പറ്റി നമുക്ക് പ്രതിപാദിക്കാം. സൂക്ഷ്മമായിട്ട് നന്ദി. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുർവേദ ചികിത്സാ രീതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അത് അദ്ദേഹവുമായി ബന്ധപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.